ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് സാധാരണ എപ്പോഴും ഉണ്ടാക്കുന്ന എരിശ്ശേരിയേക്കാളും ഡിഫറെൻ്റായി പച്ചത്തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ തേങ്ങയെല്ലാം വറുത്തരച്ച് ചേർത്ത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു വെറൈറ്റി എരിശ്ശേരിയുടെ റെസിപ്പി നോക്കാം. എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് ഉണക്കപ്പയർ എടുത്ത് ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ്. അതും മത്തങ്ങയും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. മത്തങ്ങ അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാംസാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പയറിപ്പോൾ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് മത്തങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. പയർ ഓൾറെഡി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് ഒരുമിച്ച് തന്നെ മത്തങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ആദ്യം നമ്മൾ പയർ വേവിച്ചെടുത്തതിന് ശേഷം വേണം മത്തങ്ങ ചേർത്ത് കൊടുക്കാൻ. ഇതിലോട്ട് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയെല്ലാം എരിവിനനുസരിച്ച് നമുക്ക് കുറച്ച് കൂട്ടിയും കുറച്ചെല്ലാം എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി 2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് ഇത് മൂടി വെച്ച് 3 വിസിൽ വരുത്തി നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. 1 വിസിൽ ഹൈ ഫ്ലെയിമിലും 2 വിസിൽ ലോ ഫ്ലെയിമിലും വെച്ച് വരുത്തിയാൽ മതിയാവും. മത്തങ്ങയും പയറും എല്ലാം നന്നായി വെന്ത് വരുമ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ലഭിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള തേങ്ങയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം നമുക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 7 ചുവന്നുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ചെറിയ ചുവന്നുള്ളിയാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് 7 ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 4 വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ്. ഇനി ഇതിലോട്ട് അല്പം വേപ്പില കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ബ്രൗൺ കളറായി വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തേങ്ങയൊന്നും കരിഞ്ഞു പോകാതെ നല്ല ബ്രൗൺ കളറായി വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കറിയിൽ പച്ചത്തേങ്ങയൊന്നും ഒട്ടും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഫ്രൈ ചെയ്തതിന് ശേഷമാണ് അരച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ തേങ്ങ ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കുമ്പോഴും കറിക്ക് നല്ല ടേസ്റ്റാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായി ലഭിക്കുന്നത്. ഇപ്പോൾ തേങ്ങയെല്ലാം ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ബ്രൗൺ കളറായി വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ തേങ്ങയെല്ലാം നന്നായി കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലല്പം വെള്ളം ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. പയറും മത്തങ്ങയും വെന്തതിന് ശേഷം ഇപ്പോൾ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വറുത്തരച്ച് വെച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതേ മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം ചേർത്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് തിളച്ച് വരണം. നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ അല്പം ഗ്രേവിയോട് കൂടിയിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഗ്രേവി കുറച്ച് വേണമെങ്കിൽ തേങ്ങയിൽ വെള്ളം കുറച്ച് കുറവ് ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മിനിറ്റ്സ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിനുള്ളിൽ വെച്ചിട്ട് മൂടി വെച്ച് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അരപ്പെല്ലാം നന്നായി മത്തങ്ങയിലും പയറിലും എല്ലാം പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കണം. ഇപ്പോൾ ഒരു പാൻ വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് 3 ഉണക്കമുളക് പൊട്ടിച്ച് വെച്ചതും അല്പം വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് 1/4 കപ്പ് തേങ്ങ ചേർത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തേങ്ങയെല്ലാം കളറൊന്ന് മാറി വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലാസ്റ്റിൽ ഇതുപോലെ തേങ്ങയൊന്ന് ഫ്രൈ ചെയ്ത് കറിയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ലഭിക്കും. ഇപ്പോൾ തേങ്ങയെല്ലാം ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം.
ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ മത്തങ്ങയും പയറും കൂടിയിട്ടുള്ള സ്പെഷ്യൽ എരിശ്ശേരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക്